ഓക്കെ. സദ്യ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് പോണം. ഞാൻ സദ്യക്ക് വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കുമ്പോ എന്തെങ്കിലും ഒരു സാധനം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാര്യം ഇത് വെറൈറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെപ്പോഴും പറയുമോ നീ ആരും വന്നാലും ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം കൂതറ സാധനം എന്ന് പറയും. ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് റോളാണ്. ബ്രെഡ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡിന്റെ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ചായ കുടിക്കുമ്പോൾ നല്ലൊരു സാധനം നന്നായി വയറ് നിറയും. ആ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും. ഓക്കെ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനം അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നാലും അത് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് തീ കത്തിക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. ഇത്ര എണ്ണ മതി അല്ലേ? അല്ല, ഇത് വറുക്കാനല്ല, ഇത് ജസ്റ്റ് ഒന്ന് നമ്മള് ഈ ഇതൊക്കെ ഇല്ലേ, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സബോള എന്നാലും പച്ചക്കുത്തൊന്ന് മാറ്റാൻ വേണ്ടിട്ട് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, സബോള, വേപ്പില. ഓക്കെ. നമ്മള് ഫസ്റ്റ് ഇഞ്ചി ഇടുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോ എണ്ണയൊക്കെ ചൂടാവാൻ നമുക്ക് എവിടെ നേരം നമ്മളപ്പോഴേക്ക് ഇട്ട് നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല. എണ്ണ ഒഴിക്കുക, ഇഞ്ചി ഇടുക. ശരി. അപ്പൊ ചൂടായി നമ്മൾ ഇഞ്ചി ഇടുന്നു. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഇത് ഫുള്ളായിട്ട് മൂപ്പിക്കില്ല, ജസ്റ്റ് ഒന്ന് ആ പച്ചക്കുത്ത് പോകാൻ വേണ്ടിട്ട് വെറുതെ ഒന്ന് ചെയ്യുള്ളൂ നമ്മള്. അതിന്റെ പച്ചമുളക് ഇട്ടു, ഇതിട്ടു, അതൊന്ന് മുറുക്കം കിട്ടാനും കൂടി വേണ്ടിട്ട് പച്ചക്കുത്തൊന്ന് പോയി കിട്ടാൻ വേണ്ടിട്ടേ. ശരിയാ, പച്ചമുളക് അല്ലെ ഒരു പച്ചക്കുത്തതിന് അല്ലേ? ചെറുതായിട്ടൊന്ന് നമ്മളിതിനെ ശൈലമത്തിന്റെ ഇങ്ങനെ വയറ്റുന്ന ഫ്രൈ പാനാണിത് അല്ലേ? എന്റെ കയ്യിൽ ഒരു ഇന്റാലിയത്തിന്റെ ചീനച്ചട്ടി ഉള്ളത്. എന്റെ ഒരു വലിയതുണ്ട്, ഇന്റാലിയത്തിന്റെ ഉണ്ട്, വലിയതുണ്ട്. അതിന് ഇച്ചിരി കുഴിയുള്ള കാരണം കൊണ്ടേ ഇതാവുമ്പോ കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റാണ്. പിന്നെ എന്റെ ഇത് ഇങ്ങനെ ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് പെട്രോൾ ഉണ്ടാക്കാം. വലിയ നോൺ സ്റ്റിക്കിന്റെ ചീഞ്ചട്ടിയുണ്ട്, അതിലിട്ടിട്ട് ഇതൊരു പച്ചക്കുത്ത് പോകാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അല്ല ശൈലമത്തെ പോളിക്ലിനിക്കിൽ പെർമനന്റ് ആയ സമയത്ത് എന്തുണ്ടായേ? സമയത്ത് നമ്മള് എന്തെങ്കിലും അവർക്ക് സ്വീറ്റ്സ് ആയിട്ടൊക്കെ കൊടുക്കണം, എന്തെങ്കിലും ചെലവ് കൊടുക്കണം. സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു ബേക്കറിയിൽ ഞങ്ങൾ ഓർഡർ കൊടുക്കും. എന്നിട്ട് ആ സാധനം പെട്ടിയിലാക്കിയിട്ട് അവര് നമ്മുടെ പോളിയുടെ അടിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോഴാണ് നമ്മൾ ആ സാധനം എടുത്ത് എല്ലാവർക്കും നമ്മുടെ ചേച്ചിമാരെ. എന്റെ ഈ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കതിന് ബ്രെഡ് റോൾ ഇവിടെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും, ബേക്കറിയിൽ. പക്ഷെ എനിക്കത് അത്ര താല്പര്യമില്ല. എന്റെ കൈയോട് ഉണ്ടാക്കിയ സാധനം രാത്രി വെളുപ്പിന് 7 മണി ഡ്യൂട്ടിക്ക് എനിക്ക് കയറണം. അന്ന് ഈ സാധനം കൊടുക്കുകയും വേണം. ഞാൻ രാത്രി മുഴുവനും നിന്ന് ഉറങ്ങാതെ വെളുപ്പിന് 2 മണി വരെ ഇരുന്നിട്ട് 125 ബ്രെഡ് റോൾ ഉണ്ടാക്കി. ഞാൻ 125 നമ്മുടെ സ്റ്റാഫിന്റെ എണ്ണ ഏകദേശം കിട്ടി. 125 ബ്രെഡ് റോൾ ഉണ്ടാക്കി. അതിന് ചിലപ്പോൾ കുറെ പേര് ലീവായതുകൊണ്ട് അങ്ങനെ മിസ്സായിട്ട് പോയിട്ട് കുറച്ച് എന്നിട്ട് ശൈലമത്ത് രാത്രി മുഴുവൻ ഇരുന്ന് എത്ര മണിക്ക് ഉറങ്ങിയിരുന്നു? ഞാൻ 2:30 ഉറങ്ങിയത്. ഉണ്ടാക്കി വെച്ച് ഫ്രഷ് ചൂടാക്കി വെച്ചു. എന്നിട്ട് പിന്നെ ചൂടോടുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് 10 മണിക്ക് 10:30 രാവിലെ കാപ്പി കൊടുക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഇനി ഇതൊന്നൊന്ന് പയ്യതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതും പിന്നെ പൊട്ടറ്റോ, പിന്നെ ഓൾറെഡി ഞാൻ ചിക്കൻ ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇട്ടിട്ട് ഗരം മസാല അതിട്ടിട്ട് നമ്മൾ വേവിച്ചു. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതങ്ങനെ പയ്യൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കും. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഇത് കിട്ടും. അതായത് കട്ട്ലേറ്റിന് ഉണ്ടാക്കണം അതേപോലെ എല്ലാം കൂടെ സ്മാഷ് ചെയ്തിട്ട്. അപ്പൊ ഇത് നന്നായി അങ്ങോട്ട് ഇതാവണ്ട അല്ലേ? ചെറുതായിട്ട് പച്ചപ്പ് വിട്ടാൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഉപ്പ് ലാസ്റ്റ് നമുക്ക് ചേർക്കാം. ശൈലമത്തിനാണെന്നുണ്ടെങ്കിലേ ആളുടെ ഐറ്റംസ് ഒക്കെ അവിടെ ഇരിക്കണത്, എന്റെ ഐറ്റംസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്നും ചെയ്യുന്ന സ്പീഡിൽ തിരക്ക് പിടിച്ച് പോകുമ്പോ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്നു, ഇടുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ അല്ലേ? ഇതിനകത്തേക്ക് മാറ്റാം. ഇത് വലിയ ഫ്ലെയിം വരുന്നതാവും അല്ലേ? ഏറ്റവും വലിയ ഫ്ലെയിം ഇതിന് ഇതിങ്ങനെ ചെയ്യണം. ചെറുത് ഇത് കുറച്ചും കൂടി വലിപ്പമുള്ളത്, അതാണ് കുറച്ചും കൂടി വലിപ്പം. ഇതിപ്പോ എങ്ങനെയാ ഇതിന് സർവീസ് ക്ലീനിങ് അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ടോ? ഇതൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യും. ടാബർ കാസ്റ്റിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവരെ കമ്പനിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരും. പക്ഷെ ഇതുവരെ എനിക്ക് കംപ്ലൈന്റ് വന്നിട്ടില്ല. നല്ല സാധനമായിരുന്നു. എത്ര വർഷമായി ഇത് വാങ്ങിയിട്ട്? 4 ടാബർ വാങ്ങിയിട്ട് 4 വർഷം. 4 വർഷമായില്ലേ?
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോണ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു 3 സ്റ്റവ് 4 സ്റ്റവ് ഒക്കെ ഉള്ളത് നല്ലതാ അല്ലേ? 2 എണ്ണം ആവുമ്പോ സ്പീഡ് പോരാണ്ട് വരും. സദ്യ അത് ഇതിനകത്തേക്കിട്ടോ. ഏതിന്റെ ഇരിക്കട്ടെ പാത്രത്തിലല്ലേ? അതെല്ലാം കൂടി സ്മാഷ് ചെയ്യാൻ വേണ്ടി. ആ ശരി. അപ്പൊ നമ്മൾ ഇങ്ങനെ നിർത്തി ഓഫ് ചെയ്തു. ചിക്കൻ ഇനി ഇതിലിടണ്ട. വേണ്ട ഓൾറെഡി വെന്തതാണല്ലോ. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. എല്ലാവരും അവിടെ കൊണ്ടുവരുമ്പോൾ ചോദിക്കും, പക്ഷെ ഉണ്ടാക്കാനായിട്ടുള്ള എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. എനിക്കറിയാലോ കുക്കിംഗ് നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിൽ. ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ടു. ഓക്കെ, കൈ പൊള്ളണ്ട കേട്ടോ. അത് ഇങ്ങനെയാണ് എൻ്റെ കൈ പൊള്ളണ്ട മുതൽ. ഓക്കെ, ചിക്കൻ ഇട്ടു നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ഞാൻ കൈ കഴുകിയിട്ട് ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തിടും. ഉരുളക്കിഴങ്ങിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി വേവിച്ച് പുഴുങ്ങി അല്ലേ? നമ്മൾ നന്നായിട്ട് ഉടച്ച് നമുക്ക് ഈ ഇത്ര ചിക്കൻ ഇത്ര അളവെന്നൊന്നും പറയാൻ ഞങ്ങൾക്ക് വീട്ടിൽ വർക്ക് ചെയ്യുന്ന ലേഡീസിന് അറിയില്ല. ഞങ്ങൾക്ക് അറിയാം ഒരു കണക്ക്. എൻ്റെ ഉള്ളിലൊരു ഏകദേശം ഒരു കണക്ക് ഇതിന് ഇത്ര വേണം. ഇതിങ്ങനെ ഇട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. എല്ലും കഷ്ണമൊന്നും ഇല്ലാത്ത ചിക്കൻ എടുത്തിട്ട് അല്ല, എല്ലും കഷ്ണമാണ്, പക്ഷെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എല്ലും കൂടെ പോരില്ല. ഈ കുഴയിലും ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആൾക്കാരെ കിട്ടുകയും ചെയ്യും നമുക്ക്. അതന്നെ, എക്സ്ട്രാ ഇങ്ങനെ കുഴക്കുമ്പോൾ കിട്ടും. അതെ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് മസാല ഇട്ട് വേവിച്ചേക്കണം. ഇനി കുറച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും പൊടിയും കൂടി ചേർക്കാം. ഇനി നമ്മൾ പൊടി ചേർക്കും അല്ലേ? ഞാൻ പൊടിച്ച മസാല കേട്ടോ, ഗരം മസാല കുറച്ചും കൂടി ചേർക്കണം. ഞാൻ തൃശ്ശൂര് ജയ്ഹിന്ദ് മാർക്കറ്റിൽ നടന്ന് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് എനിക്ക് കുക്കിന് എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്യും. കുരുമുളക്, എൻ്റെ ഒരു സന്തോഷം. കുരുമുളക് പൊടി നമ്മുടെ ആഗ്നസ് ചേച്ചിയുടെ മഞ്ഞൾപ്പൊടിയാണ്. ആഗ്നസ് ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി വന്നിട്ടാ. ചേച്ചിയുടെ വീട്ടിൽ അത്യാവശ്യം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് എല്ലാ മസാലകളും പിന്നെയും കുറച്ചീശെ മേലേക്കൊന്ന് നിൽക്കാൻ അല്ലേ മസാലയൊക്കെ ഇട്ട് വേവിച്ചതാണ് ഞാൻ. കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ആർക്കൊക്കെ വേണം സബോളക്ക് ഇത്തിരി മസാല കുറവുണ്ട്, പൊട്ടറ്റോന് ഇത്തിരി മസാല കുറവുണ്ട് അല്ലേ? അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മസാലകൾ ടേസ്റ്റ് വല്ലതുണ്ടോ നോക്കി. കറക്റ്റ്, കുഴപ്പമില്ല, നന്നായിട്ട് നല്ലതാ. എന്തെങ്കിലും സാധനത്തിൽ മല്ലിയില ഇടാം. കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. മല്ലിയിലയും കൂടി ഇട്ട് ഞാൻ പൊരിക്കും. കുറച്ചൊരു മല്ലിയില. മല്ലിയില കുഴപ്പമൊന്നുമില്ല. മല്ലിയില നല്ല ഫ്ലേവർ അല്ലേ? ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല മല്ലിയില. ഇച്ചിരി കൂടി എരിവ് വേണം നോക്കിയ സതി. എരിവ് വേണമെങ്കിൽ ആവാം. ഇവിടത്തെ എരിവിന്റെ ടേസ്റ്റ് എങ്ങനെയാ? മസാല കുറച്ചും കൂടി വേണം നോക്കി. വേണ്ട, മസാല ഒന്നും വേണ്ട. വല്ലാണ്ട് എരിവ് വേണ്ട, അത് മതി. മസാല ഇഞ്ചി ഉള്ളതല്ലേ കടിക്കുമ്പോ ശരിയാവും. പച്ചമുളക് ഉണ്ട്, മല്ലിയില എല്ലാം ഉണ്ട്. അവരെ എരിവൊന്നും ശരിക്കും കളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇനി നമ്മൾ ഇതിനെ ഓരോ റോളാക്കാം. ഇതിനെ ഉണ്ടാക്കിയ സാധനത്തിന് നല്ല ഉരുളകളാക്കാം. ഉണ്ടാക്കിയ സാധനത്തിന് നന്നായിട്ട് ഉരുളകളാക്കാം കേട്ടാ. എന്നിട്ട് ഒരു ബ്രെഡ് മതിയാ? ഇതിലാണ് പണി സ്പെഷ്യലാക്കുക. ഇനി നീ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ അപ്പൊ ഇതിനെ എണ്ണ ചൂടാക്കിയല്ല. എണ്ണ ചൂടാക്കാം. ഇതിന് ഇങ്ങനെ പയ്യെ നനയ്ക്കണം. കണ്ടട്ടാ, കണ്ടാ ഭയങ്കരമായിട്ട് നനയ്ക്കരുത്. എന്നിട്ട് ഇതിനെ ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആ റോൾ ഇത് കുറേശ്ശെ എടുത്തിട്ടേ ഇതിനകത്തേക്ക് വെക്കാം. എന്നിട്ട് ഇതിനെങ്ങനെ പൊതിയണം. ഒറ്റ ബ്രെഡിലാണ് നമ്മൾ ഉണ്ടാക്കുക അല്ലേ? ഒരു പീസ് ബ്രെഡിൽ എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടാ. എണ്ണ ഒഴിക്കട്ടെ? ഒഴിക്കുക. മുങ്ങി കിടക്കാം. ഇപ്പോൾ ഒരു 5-6 ഉണ്ടാക്കാം. ഇത് സതി പോകുമ്പോഴത്തേനും ഒരു 3-4 കൂടി ഉണ്ടാക്കാം. ഒഴിച്ചോ? മതിയാ? തട്ട് ചെയ്തിട്ട് സതി. ഇപ്പം നമ്മൾ മുങ്ങാൻ പാകത്തിനുള്ള
എണ്ണ ഒഴിച്ചു ഇതിനെ പല ഷേപ്പിൽ വേണമെങ്കിൽ ആക്കാം. നനച്ചാലാണ് ഇങ്ങനെ റോളാവുള്ളൂ അല്ലേ? നനയ്ക്കുന്ന നനവ് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. നനവ് കൂടി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഓ ശരിയാട്ടാ. നനവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മടങ്ങു വരും. അപ്പൊ ഞാൻ എണ്ണയിലേക്ക് ഇടാട്ടാ. ഇപ്പൊ അന്ന് എനിക്ക് തിക്കും തിരക്കും കൂട്ടിയിട്ട് പണിയത് പിള്ളേരുണ്ടാവൂല. ഇപ്പൊ ഞങ്ങളുണ്ടാവും തന്നെ ആയതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ പരിപാടി ഇല്ലല്ലോ. ആള് ഇതിപ്പോ അധികം നേരം വേണ്ടി വരില്ല അല്ലേ? ഉള്ളിൽ ഓൾറെഡി വെന്ത സാധനങ്ങളാണല്ലോ അല്ലേ? ബ്രെഡ് മൊരിയണോ അത്രേ ഉള്ളൂ. ഫുൾ ഫ്ലെയിമിൽ ഇടാം നമുക്ക്. സിമ്മിലിടണ്ടല്ലോ? സിമ്മിൽ വേണമെങ്കിൽ നീ പിന്നെ വേഗം കരി എന്നാലോചിച്ചു. ഞാൻ 125 ഉണ്ടാക്കി കൊണ്ടുപോകട്ടെ. അതെന്തോര ക്ഷമ വേണം. പക്ഷെ എനിക്ക് അന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമയുണ്ട്. അതിനും ഇങ്ങോട്ട് കയറ്റിരുത്തിക്കോ. രണ്ടാളെ ഞാൻ ഒരുമിച്ച് അതിലേക്ക് ഇട്ടോണ്ട് പോരട്ടെ. അയ്യാകൂടിയും കൂടി ഒന്നാവണ്ട. ഇത് ബ്രൗണിഷ്. അതിപ്പോ വേവാത്ത പ്രശ്നമൊന്നും വരുന്നില്ല. അത് കഴിയുമ്പോൾ അതിനെ പോരി. ശരി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചെറുതാക്കി ഇതുമ്മ പിടിച്ചോളൂ കേട്ടോ. ആ പൊന്നെ പേടിക്കണ്ട. ഇത് വഴുക്കുണ്ട് എത്രയുള്ള. അതന്നെ ആ സാധനത്തിന് ചെറിയ വഴുക്കലുണ്ട്. എല്ലാ ഉച്ചയ്ക്കും ഞങ്ങൾ സദ്യ കോവക്കായ ഉണക്കിക്കൊണ്ടുവരും, പിന്നെ നീളത്തിൽ അരിഞ്ഞു കൊണ്ടുവരും, പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് അവിയൽ ഉണ്ടാക്കി കൊണ്ടുവരും. 2 കൂടി ഇടാട്ടോ. ഞാൻ 4:30 ഇട്ടിട്ട് ഒരു എനിക്ക് 6 മണിക്ക് ചിലപ്പോ കളക്ഷൻ ഉണ്ടാവും. ചില ദിവസം 2 ഉണ്ടാവും, ചില ദിവസം 3. എല്ലാ ദിവസത്തെ കാര്യം അല്ലാണ്ട് അമ്മേനെ പോലെ ഒരു ദിവസം 5 മണി, ഒരു ദിവസം 4:30, ഒരു ദിവസം 6:30 അങ്ങനെയല്ല. അതെ. പിന്നെ ഇപ്പൊ ഏതെങ്കിലും ദിവസം എനിക്ക് കൂട്ടാൻ ഒരു 2 ഒന്നും വെക്കേണ്ടാത്ത ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി അവിടെ കൊടുക്കും. ആൾക്ക് ഇഷ്ടമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അതായത് അമ്മയുടെ ഒക്കെ പോലെ ഒപ്പിക്കില്ല. ചായമുത്താൻ ഇറച്ചി ചോറിന്റെ ഉപജ്ഞാതാവ് ആളെ നിന്ന് കഴിച്ചിട്ടാണ് പിന്നെ നമ്മളെ റെസിപ്പിയായി മാറിയത്. ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാട്ടാ. അപ്പോൾ എല്ലാവരും ചിക്കൻ റോള് വീട്ടിലുണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്.